ഹലോ. കുറച്ച് ദിവസമായിട്ട് ടെറസിൽ തിരുനനയുടെ സെറ്റപ്പൊക്കെ ആയിരുന്നല്ലോ. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് ഒരു ഫ്രൂട്ട്സിൻ്റെ ചെടി നടുകയാണ്. ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ അത്. പക്ഷേ ഇത് തിരുനനയിലല്ല നമ്മൾ വെക്കുന്നത്. നമുക്ക് സ്റ്റാൻഡ് നമ്മൾ ഓൺലൈനായിട്ട് മേടിച്ചതുണ്ടായിരുന്നു. അതിൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു ഗ്രോ ബാഗ് പോട്ടിംഗ് മിക്സൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഹൈറ്റ് കൂടുതലുള്ളതുകൊണ്ട് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് മടക്കി വെച്ചേക്കാണ്. കൂടുതലും കരിയിലയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 85% കരിയിലയാണ് ഇട്ടിരിക്കുന്നത്. ബാക്കി മാത്രമേ ഉള്ളൂ പോട്ടിംഗ് മിക്സ്. മണ്ണ് പേരിന് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ബാക്കി പിന്നെ വെർമി കമ്പോസ്റ്റും കൂടി ഇട്ടിട്ടുണ്ട്. കുറച്ച് നാൾ മുമ്പ് ഗ്രേസ് ഗാർഡനിൽ നിന്ന് നമ്മളൊരു മരമുന്തിരിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ ഗ്രേസ് ഗാർഡനിൽ പോയപ്പോൾ അന്ന് നമ്മൾ മേടിച്ചാണ് കേട്ടോ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കമ്പുകൾ. അത് നമ്മൾ ഇതുപോലെ നട്ട് വെച്ചു, വളമൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ അതിൽ നിന്ന് പൊട്ടിമുളച്ച് അത്യാവശ്യം ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു റീപോട്ടിങ്ങും കൂടിയാണ് ഇന്നിപ്പോൾ ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു ബാഗിലേക്ക് 2 തൈകളാണ് കേട്ടോ വെക്കുന്നത്. ഈ ചെടി നടുന്നത് രാത്രിയിലാണ് കേട്ടോ. നമ്മുടെ ടെറസിൽ 2 ട്യൂബൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടെ വെട്ടം കിട്ടാൻ വേണ്ടിയിട്ട് ഹെഡ്ലൈറ്റൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തത്. പിന്നെ മൊബൈലിൽ ഫ്ലാഷ് ലൈറ്റൊക്കെ ഓണാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ പിടിച്ചിരിക്കുന്നത്. തിരുനനയ്ക്ക് വേണ്ടി റെഡിയാക്കിയിരിക്കുന്ന വാട്ടർ ക്യാനുകളിലും ഗ്രോ ബാഗുകളിലും എല്ലാത്തിലും തന്നെ നമ്മൾ 2-3 ചെടികൾ വെച്ചിട്ട് നട്ട് കഴിഞ്ഞിട്ടുണ്ട്. തിരുനനയിൽ കുറച്ചുകൂടെ പണി ബാക്കിയുണ്ട്. സോളൻ സിമെൻറ്റ് ഉപയോഗിച്ചിട്ട് ക്യാപ്പെല്ലാം ഒന്ന് ഫിക്സ് ചെയ്യണം. പിന്നെ അതിലേക്ക് വെള്ളം നിറയ്ക്കണം. ഇപ്പം നട്ട് വെച്ചിരിക്കുന്ന ചെടികളൊക്കെ നല്ല വളർച്ചയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം മാനുവലി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്. ഇതിന് വരുന്ന ദിവസങ്ങളിൽ പാർട്ട് 3 വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ ഞാൻ. ഇതിപ്പോൾ 2ാമത്തെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയും നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് പൊതയായിട്ട് നമ്മൾ അതിലേക്ക് കരിയിലയാണ് കൊണ്ടിടാൻ പോകുന്നത്. വെർമി കമ്പോസ്റ്റും ചകിരിച്ചോറും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി കരിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. സാധാരണയായിട്ട് കരിയില ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ ശേഖരിച്ച് വെക്കുന്നത്. നമ്മുടെ നെയ്ബേഴ്സ് എല്ലാം കരിയില കത്തിച്ച് കളയാറാണ് പതിവ്. പക്ഷേ ഞങ്ങളിങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അടിച്ചു കൂട്ടി വെച്ചേക്കാം, നിങ്ങൾ വന്ന് എടുത്തോളം പറഞ്ഞു. ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് നിറയെ കരിയില കിട്ടുന്നുണ്ട് കേട്ടോ. കരിയില കറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് വല്ല പാമ്പൊക്കെ കയറിയിരിക്കുമെന്നുള്ള പേടിയിലാണ് എല്ലാവരും കത്തിച്ച് കളയുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു കമ്പോസ്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ അതിലും വലിയൊരു വളം നമുക്ക് വേറെ ഇല്ല. കാട്ടിൽ വളരുന്ന ചെടികൾക്കോ മരങ്ങൾക്കോ ആരെങ്കിലും വളം കൊണ്ടിടാറുണ്ടോ? ആ മരങ്ങളിലെ തന്നെ ഇലകൾ താഴെ വീണ് അത് പിന്നീട് വളമായി മാറുകയാണ് ചെയ്യുന്നത്. ടെറസിൽ തിരുനനയുടെയൊക്കെ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രാത്രികളിൽ ഇങ്ങനെ അവിടെ പോയി ഇരുന്ന് അതിനെ വീക്ഷിക്കലാണ് ഇപ്പോഴത്തെ മെയിൻ ഹോബി. ഒരു പീസ്ഫുൾ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇപ്പോൾ ടെറസിൽ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ശരി, ഇന്നിത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.